അവൻ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഇനിയിപ്പോ സമയത്തിന് എത്താൻ പറ്റും. അവൻ അവിടെ മണ്ണും കോരി നിൽക്കുന്നുണ്ടാവും. ഓ, ഈ മണ്ണുണ്ണിയെ കൊണ്ട് ഞാൻ തോറ്റു. നീ എന്ത് പണി ചെയ്യണത്? എന്തേ, എനിക്ക് കണ്ണു കണ്ടൂടെ? നല്ലോണം കാണാൻ പറ്റും. അതുകൊണ്ടല്ലേ നോക്കിയേ ഇങ്ങനെ ചുള്ളനായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? ഓ, ഒരു ചുള്ളൻ. ചുള്ളനല്ല, ചുള്ളിക്കമ്പ്. ഒടിഞ്ഞു വീണു കണ്ടില്ലേ? അതെ, തമാശകളെ. നീ വന്നേ, നമുക്ക് പോണ്ടേ? തമാശയല്ല, ഈ താടി മുടിയും കൂടി ഇല്ലായിരുന്നെങ്കിലേ നിന്നെ പാടത്ത് കോലായിട്ട് കൊണ്ടുവയ്ക്കായിരുന്നു. ആ, സമ്മതിച്ചു. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? ഈ വെയിലത്താ നമുക്കേ വെയിലറിയിട്ട് കൊണ്ടുവയ്ക്കാം. നീ എന്ത് പൊട്ടം കളിയാ കളിക്കുന്നത്? അല്ല, നമുക്ക് പോണ്ടേ? പോവാനോ? എവിടേക്ക്? പാടത്തേക്കാ? രാഗത്തിലേക്ക്, സിനിമ കാണാൻ. സിനിമയ്ക്കാ? ഏത് സിനിമയ്ക്ക്? എമ്പുരാൻ. നമ്മുടെ മോഹൻലാലിന്റെ പടം ലൂസിഫർ 2 എമ്പുരാൻ. അയ്യേ, എമ്പുരാനാ? ഞാനില്ലട്ടാ. വളിപ്പ് തല്ലിപ്പൊളി. അല്ല, അപ്പൊ നീ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടായിരുന്നില്ലേ? ഇന്നല്ലടാ ഡേറ്റ്. അത് ഞാൻ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തോ? എന്ത് പണിയാ നീ ചെയ്തത്? അതെന്താ നീ എന്നോട് ചോദിക്കാണ്ട്? അതെ, എന്റെ പ്രതിഷേധം. പ്രതിഷേധോ? എന്തിന്? ഒരു സിനിമയോട് പ്രതിഷേധോ? എന്ത്? മോഹൻലാലിന്റെ അഭിനയം അത്ര മോശമാണോ? നമ്മള് മോഹൻലാൽ ഫാൻസ് അല്ലേ? അല്ലേ? അതെ, അതുകൊണ്ടാണ് പ്രതിഷേധം. മോഹൻലാൽ ഇങ്ങനെ ചെയ്യാൻ പാടണ്ട. എങ്ങനെ? മോഹൻലാലിന്റെ അഭിനയം ഗംഭീരായിട്ടുണ്ടെന്നല്ലോ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഗംഭീര? എന്ത് ഗംഭീരം? അതൊക്കെ മമ്മൂട്ടി. എന്താ അവന്റെ ഒരു അഭിനയം? അപ്പൊ നീ കാല് മാറിയാ? അത് ശരി, അപ്പൊ നീ മമ്മൂട്ടി ഫാനായ? പറ്റിയ ആള് തന്നെ നീ. പൃഥ്വിരാജേ മോഹൻലാലിനെ കൊണ്ടുപോയി കെണിയിൽ പെടുത്തിയതാണ്. ഓ, ആര്? പൃഥ്വിരാജോ? പൃഥ്വിരാജേ ഒരു രാജ്യദ്രോഹിയാണ്. പൃഥ്വിരാജ് രാജ്യദ്രോഹി എന്നാണല്ലോ നമ്മുടെ നേതാക്കന്മാർ അവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുള്ളത്. ഓ, അങ്ങനെ. അതുകൊണ്ട് ഞാൻ ആ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിച്ചു. ടിക്കറ്റും ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോ എങ്ങനെ എമ്പുരാൻ കാണും? അടുത്ത കാലത്തൊന്നും ടിക്കറ്റ് കിട്ടും തോന്നില്ല. കാണണ്ട, അതാ നമുക്കും നല്ലത്. എടാ മണ്ട, അതൊരു സിനിമയല്ലേ? അതിൽ പറയുന്ന ഒരു കഥയല്ലേ? കഥയിൽ ഒരാള് രാജ്യദ്രോഹിയായാൽ നമുക്കെന്താ? സിനിമ കാണാൻ രസമുള്ളതാണോ അല്ലയോ എന്ന് നോക്കിയാ പോരെ? പറയുമ്പോ എല്ലാം പറയണം. ഒരു കൂട്ടരെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ആരെ കുറ്റപ്പെടുത്തി? അല്ല, നീ സിനിമ കണ്ടോ? ഇല്ല, ഞാൻ കാണില്ല. വേണ്ട, നീ കാണണ്ട. എനിക്ക് സിനിമ കാണണം. ഞാന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിനക്ക് പണം അയച്ചു തന്നല്ലേ? എനിക്കിപ്പോ ടിക്കറ്റ് കിട്ടണം. എനിക്ക് കണ്ടേ പറ്റൂ. ഞാനത് ക്യാൻസൽ ചെയ്ത് പ്രതിഷേധം അറിയിച്ചില്ലേ? എനിക്ക് പ്രതിഷേധം ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ ടിക്കറ്റ് എനിക്ക് വേണം. അത് കിട്ടേ പറ്റൂ. ഞാനത് ക്യാൻസൽ ചെയ്തു നിന്നോട് പറഞ്ഞില്ലേ? എന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞ? ഞാൻ പറഞ്ഞോടാ. ഞാന് കാശ് അയച്ചു തന്നിട്ടല്ലേ നിന്നോട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്? ഞാനല്ലടാ ബുക്ക് ചെയ്ത്. അത് ക്യാൻസൽ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. എനിക്കിപ്പോ ടിക്കറ്റ് കിട്ടണം. അത് ചോദിക്കാൻ നീ ആരാ? ടിക്കറ്റ് ടിക്കറ്റ് എടുക്കണം. നീ ഇങ്ങട് വാടാ, ക്യാൻസൽ ചെയ്ത ടിക്കറ്റ് നിനക്ക് തരാടാ. ടിക്കറ്റ് എനിക്ക് തരാൻ വാടാ, എന്റെ കയ്യിൽ നിന്ന് മേടിച്ചടാ. ഞാൻ കാശ് തന്ന് ടിക്കറ്റ് എടുക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേ? വാടാ, എനിക്ക് ടിക്കറ്റ് അല്ലേ വേണ്ടേ? വാടാ. ആ ടിക്കറ്റ് ടിക്കറ്റ് വാടാ, ഇങ്ങട് വാടാ. അതെ, ഇട്ടെത്തി അത് വിട്ടേ.
ഡാ, എനിക്ക് എമ്പുരാൻ കാണണം. നീ കണ്ടോടാ. ആ, ഞാൻ കാണൂട്ടാ. എനിക്ക് കാണണ്ട. നീ കാണണ്ട. എമ്പുരാൻ കാണാനല്ലേ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പിന്നെന്താ? എൻ്റെ വിഭാഗത്തിന് എതിരാണ് അതന്നെ. അതെ, എൻ്റെ ടിക്കറ്റ് എനിക്ക് വേണം. ക്യാൻസൽ ചെയ്തില്ലേ? അതെ, ആദ്യം സിനിമ കാണാം, എന്നിട്ട് തീരുമാനിക്കാലോ. ടിക്കറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ കാണും? അതാ പറയണത്, കാണാൻ കൊള്ളില്ലാന്ന്. ഈ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് കള്ളാൻ നിന്നാലേ അതിന് നേരം കാണും. നമുക്ക് കണ്ടു നോക്കാം. നിനക്ക് കാണണം? ആ, കാണണം. കാണാം, നമുക്ക് കാണാടാ. ഇപ്പൊ ടിക്കറ്റ് ഉണ്ടാ? ഉണ്ടല്ലോ. അതിന് സമയം കഴിഞ്ഞില്ലേ? ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ, ഞാൻ അടുത്ത ഷോക്കാ ബുക്ക് ചെയ്താണ്. അപ്പൊ നീ എന്നെ പറ്റിച്ചു അല്ലടാ മണ്ണുണ്ണി. അതേടാ, ഞാൻ നിന്നെ പറ്റിച്ചൂടാ ചീങ്കണ്ണി. അപ്പൊ നമ്മള് സിനിമ കാണും. അതെ, ഞങ്ങള് സിനിമ കാണും, എന്നിട്ട് അഭിപ്രായം പറയാം. അതെ, അതാണ്.